ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് ദേവ് പറയുവാണ് അമ്മ ഒരു പപ്പിയെ മേടിച്ച അവൾക്ക് കളിക്കാനൊന്നും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവൾക്ക് ഒരു പപ്പിയെ മേടിച്ചു കൊടുത്തു കേട്ടോ. വന്നപ്പോൾ തൊട്ട് എല്ലാവരുടെയും കാലിൽ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ദേവയുടെ കാലിലും ദേവയാണെങ്കിൽ തുടത്തൊന്നുമില്ല, ദേവ ഇങ്ങനെ ഓടി നടക്കും. ഇവനാണെങ്കിൽ ദേവയെ ദേവയ്ക്ക് പപ്പിയെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ പേടിയുമാണ് കേട്ടോ. അങ്ങനെ ദേവയാണെങ്കിൽ ആ പപ്പിയായിട്ട് കുറേ നേരം നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഇന്ന് കളിക്കുന്ന ആൾ രാത്രിയായപ്പോൾ നല്ല കരച്ചിലായിരുന്നേ. ഇപ്പം നമ്മളാണെങ്കിലും അമ്മമാരെ വിട്ട് നിൽക്കുമ്പോൾ, കുഞ്ഞിലെ അമ്മമാരെ വിട്ട് നിൽക്കുമ്പം നമുക്കൊരു വിഷമവും കരച്ചിലും ഒക്കെ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പപ്പിക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ കളിച്ച് അവനങ്ങ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഉറങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവന് നമ്മുടെ കിളിയുടെ കൂടുണ്ടായിരുന്നേ, അപ്പോൾ അതിനകത്ത് ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ അവനെ അതിനകത്ത് കയറ്റി കിടത്തിയിട്ടാണ് ഞങ്ങളും പോയി കിടന്നത്. പക്ഷേ ഇവൻ ഒരു തരത്തിലും അടങ്ങിയിരിക്കുന്നില്ല, കിടന്നുറങ്ങുന്നുമില്ല, ഭയങ്കര കുരയായിരുന്നു കേട്ടോ. ഒരു ദിവസം മുഴുവൻ രാത്രി ഞങ്ങളെ ഉറക്കിയിട്ടില്ല ഇവൻ കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ബഹളം വെച്ച് ഞങ്ങളുടെ കൂടെ മുറിയിൽ വന്ന് കേട്ടോ. അപ്പോൾ ഈ സാധനത്തിനകത്ത് ഇങ്ങനെ അള്ളി പിടിച്ച് കുറേ നേരമൊക്കെ ഇവിടെ അങ്ങ് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ എഴുന്നേറ്റു കേട്ടോ. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ പിന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കി കുറേ നേരം നിന്ന്, പിന്നെ കുറേ നേരം കിടന്നപ്പോഴത്തേക്കും വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ അവന് തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്ത് അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങിയൊക്കെ കുറച്ചൊരു 11:30 ആയപ്പോഴത്തേക്കും അവൻ വീണ്ടും എഴുന്നേറ്റ് അവിടെ മുഴുവൻ അങ്ങോട്ട് കളിക്കുമായിരുന്നു കേട്ടോ. ഒരു തരത്തിൽ അവൻ അടങ്ങിയിരിക്കത്തില്ല, സൗണ്ട് ഉണ്ടാക്കും, നമ്മളെ ഉറക്കത്തുമില്ല. ഈ ഒരു ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ കണ്ണും തുറന്നിരിക്കുമായിരുന്നു. കാരണം ഇവൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് പരിചയമില്ലാത്തൊരു ഇത് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ആദ്യമായിട്ടല്ലേ, അവനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഈ നമ്മുടെ ദേവയുടെ ഇരിക്കുന്ന സാധനത്തിൻ്റെ കുഞ്ഞിനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്താണെങ്കിൽ ചവച്ച് അവൻ കുറേ നേരം ഇരുന്ന് അതുമായിട്ട് കളിക്കുകയോ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ നേരം അതുമായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് അവൻ ഞങ്ങളുടെ കൂടെ അപ്പുറത്തെ മുറിയിൽ വന്നു കേട്ടോ. ഞങ്ങൾ ഇവനെ ഇവിടെ ഇട്ടിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നപ്പോഴത്തേക്കും അവൻ അപ്പുറത്തെ മുറിയിലും വന്നു. അങ്ങനെ അവനാണെങ്കിൽ സുഖമായിട്ടൊരു വെളുപ്പാങ്കാലമായപ്പോഴാണ് കിടന്നുറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴും ദേവ കണ്ണും തുറന്നിരിക്കുവാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് നടക്കുവാണ് ആൾ. ഒരു തുള്ളി പോലും നമ്മളെ ഉറക്കാതിരുന്നിട്ട് അവനിവിടെ ഓടി കളിച്ച് നടക്കുവാണ് കേട്ടോ. ഇവനിപ്പോൾ എപ്പോഴും ഈ സെറ്റിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ നിൽക്കും, താഴെ ഇങ്ങനെ വന്ന് നിൽക്കും നമ്മുടെ കാലിൽ പിടിക്കാനായിട്ട്. കാലിലൊക്കെ നക്കുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ കാല് പൊക്കിക്കൊണ്ടിരിക്കും, ഇവൻ എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കും. ഭയങ്കര രസമാണ് എന്തായാലും കളിക്കുന്നതൊക്കെ കാണാൻ. നടക്കുന്ന കാണാൻ ഒരു പ്രത്യേക രീതിയിലാണ് നടക്കുന്നതൊക്കെ കേട്ടോ. ദേവ ഇങ്ങനെ വിട്ടിരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ഇവനതൊക്കെ നോക്കിയിരിക്കും കേട്ടോ. ദേവ ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്ലേറ്റിൽ എഴുതി പഠിക്കുമ്പം അവനാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് കാണാനൊക്കെ, ഇവനിങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇവനൊരു പേരിടാൻ വേണ്ടിയിട്ട് കുറേ കമൻറ്റ് വന്നായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും, ഇവന് പേരിടുന്നതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പേര് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും പേര് നമുക്ക് എടുത്തിട്ട് കുറച്ചായിട്ട് എഴുതി എടുത്തിട്ട് ഞാനാണെങ്കിൽ നേർക്കെടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ എഴുതിയിട്ട് അവനെയും എടുത്ത് വെച്ചിട്ട് അവനെ കൊണ്ട് തന്നെ എടുപ്പിച്ചു കേട്ടോ. കാരണം അവൻ്റെ അല്ലേ പേര്, അപ്പോൾ അവനെ കൊണ്ട് തന്നെ എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ദേവയെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് കടിച്ചിട്ട് അത് മിഴുങ്ങാൻ നോക്കി. അപ്പോൾ ഞാൻ അവൻ്റെ വായിൽ നിന്ന് പിടിച്ച് പറിച്ച് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ പേരൊക്കെ കണ്ടോ, റൂബി എന്നായിരുന്നു പേര് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കമൻറ്റ് ചെയ്ത് ഇട്ടത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു കേട്ടോ. റൂബി എന്നായിരുന്നു പേര്. അങ്ങനെ റൂബി എന്നൊക്കെ പേരിട്ട്
അവനാണെങ്കിൽ പിന്നെ മുറ്റത്തൊക്കെ പോയി കിടന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇവനെ കിട്ടുന്നത് 34ാമത്തെ ദിവസമാണ്. അപ്പം നമുക്ക് ഇവനെ കുളിപ്പിക്കണം. അപ്പോൾ ദേവേനെ ഒരുക്കി വിട്ടിട്ട് വേണം ഇന്ന് ഇവനെ ആദ്യത്തെ കുളി നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ദേവയാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, ദേവിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡാൻസിനൊക്കെ പോയിച്ച് നമുക്ക് ഇവനെ ഫസ്റ്റ് കുളിപ്പിക്കണം. അപ്പോൾ ദേവ പറയുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ വന്നിട്ട് കുളിപ്പിച്ചാൽ മതി അമ്മ, എനിക്കും കാണാമല്ലോ എന്ന്. പക്ഷേ അവളാണെങ്കിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അവളടിക്ക് പറഞ്ഞു പോയിച്ച് വാ, അപ്പോഴത്തേക്കും കുളിപ്പിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ കുളിപ്പിച്ച്. നമുക്കിവിടെ പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു, ബെക്കാടിയെ. അത് ലാഭായിരുന്നേ. പക്ഷേ എനിക്ക് അതിനൊന്നും കുളിപ്പിച്ച് വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ തൊട്ടും ഒന്നും കുളിപ്പിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ഒരു പട്ടീനെ കയ്യിലെടുത്ത് കുളിപ്പിക്കാനും ഒക്കെ പോകുന്നത്. അപ്പം നമ്മളിവന് കൂടൊക്കെ കെട്ടും കേട്ടോ. ഇത് സത്യത്തിൽ പറഞ്ഞാൽ വീട്ടിലിട്ട് വളർത്തുന്ന പട്ടിയാണ്, പക്ഷേ പെരയ്ക്കകത്ത് നമ്മൾ വളർത്തുന്ന പട്ടിയാണ്. പക്ഷെ നമുക്കതിനോട് താല്പര്യമില്ല, ദേവയൊക്കെ ഉള്ളതല്ലേ. പക്ഷേ ഇവനങ്ങനെ കൂടെയൊന്നും അധികം അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളൊരു കൂടൊക്കെ ഇവന് വേണ്ടിയിട്ട് പണിയും. അപ്പം കുറച്ച് നാളത്തേക്ക്, ഈ കുഞ്ഞല്ലേ, അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഈ ഹാളിലൊക്കെ ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി ഒരു കുഞ്ഞു കൂടൊക്കെ ഇവന് പണിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവേനെ ഒരുക്കി വിടാനായിട്ട് പോവുകയാണ്. ദേവയ്ക്ക് എന്നിട്ടും വിഷമമാണ്, അമ്മയും ഞാനും കൂടെ വന്നിട്ട് കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് അവള് നമ്മൾ ഇപ്പം സിറ്റ് ഔട്ടിലൊന്നും അങ്ങനെ കൂടുതലായിട്ടും ഇരുത്താത്തതെന്ന് വെച്ചാൽ പട്ടി കയറും. മറ്റുള്ള പട്ടികൾ നമ്മുടെ വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങനെ കൂടുതൽ സിറ്റ് ഔട്ടിലൊന്നും ഇടാതെ നമ്മുടെ ഹാളിൽ തന്നെയാണ് അവനെ നിർത്തുന്നതൊക്കെ കേട്ടോ. അപ്പം ഇടയ്ക്ക് ആ കൂടുതലും കയറ്റും. പിന്നെ മിക്കവാറും നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ, കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ ദേവയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പട്ടിക്കുട്ടിയെ കാണുമ്പോൾ. കാരണം കുഞ്ഞിലെ പകൽ മുഴുവൻ കിടന്നുറങ്ങും, രാത്രിയാകുമ്പോൾ കിടന്ന് കുരയാ. അതുപോലെ തന്നെയാണ് ഇവരും കേട്ടോ. ഈ പട്ടികളും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ദേവനെ ഒരുക്കി വിട്ടിട്ട് നമുക്ക് അടുത്തത് പട്ടിയെ കുളിപ്പിക്കുന്ന വീഡിയോ കാണാം കേട്ടോ. ദേവ എവിടെയെങ്കിലും പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇവനിങ്ങനെ കുറച്ച് നിൽക്കുവേ. കാരണം ഇവൻ വിടത്തില്ല. അപ്പം ദേവയാണെങ്കിൽ ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവളുടെ ഡാൻസിന് പോവുകയാണ്. അപ്പോൾ ഇതേക്കും അവനിങ്ങനെ വാദിക്കാൻ മാറി ഇങ്ങനെ നിന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ ഞാൻ എടുത്തോണ്ട് നിന്ന് കേട്ടോ. അവനെ പാവമാണ് കേട്ടോ, കുഞ്ഞി പാവ ഒരു പട്ടിക്കുട്ടി. അപ്പം നമ്മളിതേ ഇവളെയാണെങ്കിൽ കുളിപ്പിക്കാൻ പോവുകയാണേ. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ ഞാൻ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് പരിചയമൊന്നുമില്ല കുളിപ്പിച്ച്. അപ്പം ഞാൻ ആദ്യം വാലിയിൽ നിന്ന് തുടങ്ങി. ആദ്യമായിട്ട് കുളിപ്പിക്കുമല്ലേ, അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് ഇതിൻ്റെ തന്നെ ഷാമ്പൂ ഒക്കെ മേടിച്ച് അതിന് നമ്മൾ നന്നായിട്ട് തേച്ചൊക്കെ ഉരച്ച് ചെവിയിലൊന്നും വെള്ളം കയറാൻ നോക്കണമല്ലോ. അപ്പോൾ ചെവിയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നമ്മുടെ പപ്പിയുടെയൊക്കെ ചെവി വെള്ളം കയറി കഴിഞ്ഞാൽ പഴുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കുളിപ്പിക്കാൻ തന്നെ ഇറങ്ങിയത് കേട്ടോ. ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പഴുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി എനിക്കറിയത്തില്ല എങ്ങനെ. അപ്പോൾ ഞാൻ കുറേയൊക്കെ സൂക്ഷിച്ചൊക്കെയാണ് കഴുകി വൃത്തിയാക്കി എടുത്തതാളെ. അപ്പോൾ
ഇവന് വേണ്ടിയിട്ട് പ്രത്യേകം തോർത്തും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ അങ്ങ് തോർത്തി അങ്ങ് എടുത്ത് കേട്ടോ. ആദ്യമായിട്ട് കുളിച്ചതുകൊണ്ട് നല്ല വിറവലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഓടിക്കളിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുട്ടിക്കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു ആൾ കേട്ടോ. അത്രയ്ക്ക് തണുപ്പായിരുന്നു അവന്, വിറയ്ക്കുമായിരുന്നു ആൾ. ആദ്യമായിട്ട് കുളിക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പം അങ്ങനെ തന്നെ ആയിരുന്നു അവന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവന് ഇച്ചിരി ചന്ദനമൊക്കെ ഞാൻ നെറ്റിയിൽ തൊട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മൾ ഇച്ചിരി പാലൊക്കെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. കാരണം കുഞ്ഞല്ലേ, അപ്പം കുറച്ച് പാലൊക്കെ ഞാനാണെങ്കിൽ എടുത്ത് കൊടുക്കും ഇവനെ. ചൂടാക്കി തിളപ്പിച്ച് ആറിച്ചിട്ട് ഞാൻ എടുത്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇവൻ ആക്രാന്തം മൂത്ത് കുടിക്കാൻ നിന്നെയാണ് അവനങ്ങനെ തൊട്ടങ്ങ് വീണെന്ന് വെച്ചാൽ മുഖം മൊത്തത്തിൽ അങ്ങ് കുത്തി അങ്ങ് വീണ്. പാല് മാത്രമല്ല, ഇവൻ്റെ ഫുഡ് നമ്മൾ കുറച്ച് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേ അവൻ പാല് കുടിക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട് അവൻ പാല് കുടിക്കുന്നതൊക്കെ കാണാൻ. കണ്ടോ, അങ്ങ് വീണ് പോയേ. ആൾ ചൂടുപാലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെപ്രാളമാണ് ആൾ കാണിക്കുന്നതൊക്കെ കേട്ടോ. എന്നിട്ടും വീണ്ടും പോയി ആ പാലെടുത്ത് കുടിച്ച ആളെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പപ്പിയുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.